തുമ്പപ്പൂവിലും അമ്പിളിക്കലയിലും ഒരുപോലെ അൻപിഴും തമ്പുരാനേ, ചൊരിയണമേ എന്നും കാരുണ്യഹൃദയങ്ങൾ, തൊഴുകൈകളോടെ നിൽക്കുമടിയങ്ങളിൽ. ദുഃഖത്തിൻ നിഴൽ ചൂഴും ജീവിത വീതിയിൽ ഇടരാതെ തളരാതെ മുന്നേറുവാൻ നിന്നനുഗ്രഹ വെള്ളി വെളിച്ചം തൂകേണമേ എന്നും ദൈവനാഥ, തൂകേണമേ എന്നും ദൈവനാഥ. തുമ്പപ്പൂവിലും അമ്പിളിക്കലയിലും ഒരുപോലെ അൻപിഴും തമ്പുരാനേ, ചൊരിയണമേ എന്നും കാരുണ്യഹൃദയങ്ങൾ, തൊഴുകൈകളോടെ നിൽക്കുമടിയങ്ങളിൽ, തൊഴുകൈകളോടെ നിൽക്കുമടിയങ്ങളിൽ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ യു നരേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഇന്നത്തെ വിശിഷ്ടാതിഥി, സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ശ്രീ രഞ്ജിത്ത്, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, ശ്രീ പാലളി മെഹബൂബ്, ശ്രീ കെ പി മുജീബ് റഹ്മാൻ, ശ്രീ വിനോദ് പി മേനോൻ, ശ്രീ മുരളീധരൻ, പിന്നെ എൻ്റെ വ്യാപാരി സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിലമ്പൂരിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക, നിലമ്പൂരിലെ വ്യാപാരത്തിന് വ്യാപാര വികസനത്തിന് ഒരു നാന്ദി കുറിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂരിലെ വ്യാപാരികളും നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ കണ്ണികളാവുന്നത്. പക്ഷെ അതൊരു വലിയ നല്ല തീരുമാനമായിരുന്നു, അത് ഒരു വിജയകരമായ പരിപാടിയായിരുന്നു എന്നുള്ളത് ഇന്ന് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരെ നമ്മോട് സഹകരിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഈ കൊല്ലം മുഴുവൻ KTDCയുടെ പരിപാടികൾ വരെ, KTDCയുടെ ഫണ്ടുകൾ വരെ ഇനി മുതൽ നമുക്കെത്തും എന്നുള്ള പ്രഖ്യാപനം വരെ ഉണ്ടായി. തമിഴ്നാട്ടിലൊക്കെയുള്ള ഒരു ആടിമാസ കിഴിവ് പോലെ, അല്ലെങ്കിൽ ആടിമാസത്തിന്റെ ആ പ്രത്യേകത പോലെ ഈ പാട്ടുത്സവ കാലത്തും നിലമ്പൂരിലെ വ്യാപാരികൾ നമ്മുടെ ആളുകളെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ, നമ്മുടെ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി ഒരു ഡിസ്കൗണ്ടുകളും അതേപോലെ ഈ കാലഘട്ടത്തിൽ സമ്മാന പദ്ധതികളുമായി ഈ ടൂറിസം ഫെസ്റ്റിവൽ ഒന്നുകൂടി കൊഴുപ്പിക്കാൻ തുടങ്ങുകയാണ്. ഈ വർഷം മുതലാണ് അതിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും ഈ കാലഘട്ടത്തിൽ നിലമ്പൂരിലേക്ക് ആകർഷിക്കുക, ഇവിടെ വരുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് സ്വീകരിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇതിനു പിന്നിലുള്ളത്. ഈ സന്തോഷകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ രഞ്ജിത്ത്. ജനപ്രിയ സിനിമകളോടൊപ്പം തന്നെ കലാമൂല്യമുള്ള വളരെ നല്ല സിനിമകളും ഒട്ടേറെ നല്ല സിനിമകൾക്കും സംവിധാനവും, അതുപോലെ നല്ല എഴുത്തുകാരനാണ്. അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് പാത്രീഭൂതനായ ശ്രീ രഞ്ജിത്തിനെ ഞാൻ ആദ്യമായി വളരെ സന്തോഷത്തോടെ, വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി, നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി, ഈ പാട്ടുത്സവ കമ്മിറ്റിക്ക് വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിലമ്പൂർ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഒരു തരത്തിൽ പിതാവ് എന്ന് വിളിക്കാവുന്ന നമ്മുടെ നഗരസഭാ ചെയർമാൻ
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ അരിയാടൻ ഷൗക്കത്ത് അവർകളെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സദ്ഗമയ പദ്ധതിക്കായി ഇന്ത്യയിലെത്തിയ വിദേശ പ്രതിനിധികളെ, അവർ കുറെ പേരുണ്ട്, അവരെ എല്ലാവരെയും വളരെ ഹാർദമായി സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ നഗരസഭയിലെ കൗൺസിലർമാർ ശ്രീ മാലളി മെഹബൂബ്, KP മുജീബ് റഹ്മാൻ, പിന്നെ വ്യാപാര പ്രതിനിധികൾ, പിന്നെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, പിന്നെ നമ്മുടെ ഇതിനെല്ലാം സഹകരിക്കുന്ന വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ നമ്മോട് വളരെയധികം സഹകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവരെയും, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയി, നമ്മുടെ ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ നാട്ടുകാരായ ഇൻഡസ്കാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായിട്ട് നിലമ്പൂർ നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ യശസ് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, സംവിധായകൻ രഞ്ജിത്ത്, വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ കൌൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വ്യാപാരി സുഹൃത്തുക്കൾ, മാത്രമല്ല ഇന്ന് നമുക്ക് വേദിയിൽ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമല്ല നമ്മുടെ വേദി അലങ്കരിക്കുന്നത്. അങ്ങകലെ ബ്രിട്ടീഷ് നാടിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാനവേദൻ ഹൈസ്കൂളിൽ കുട്ടികളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എത്തിയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ 4 മാസം നിലമ്പൂരിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വന്നവർ, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, സ്വന്തം കീശയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരി ഇമിൽഡ, അതുപോലെ തന്നെ ബിവേർലി, കാർല, സൂ, അതുപോലെ തന്നെ ആൻഡ്രൂ ആൻഡ് ക്രിസ്, മറ്റു വേദിയിലിരിക്കുന്ന പ്രിയങ്കരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ 2ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ അല്പം വൈകിപ്പോയി. നമുക്കറിയാം, നമ്മുടെ നിലമ്പൂരിന്റെ കലാകാരന്മാരായ മജിഷ്യൻ മുതുകാടും കൃഷ്ണചന്ദ്രനും സീനത്തും RK മലയത്തും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു വേദിയിൽ അവർക്കൊക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ പാട്ടുത്സവത്തിന്റെ പഴയകാല പ്രൗഢിയിൽ, പഴയകാലത്തെ അവരുടെ ഓർമ്മകൾ, ബാല്യകാല സ്മരണകളൊക്കെ നിങ്ങളുടെ മുൻപിൽ അഴവിറക്കുവാനുള്ള അല്പം അവസരം നമ്മൾ ഉണ്ടാക്കി. മാത്രമല്ല, അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉദ്ഘാടന സെഷൻ തീർന്നപ്പോൾ 11 മണിക്ക് ശേഷമാണ് പരിപാടി ആരംഭിക്കാൻ സാധിച്ചത്. പക്ഷേ ഇനി മുതൽ ഒരു സംശയവും വേണ്ട, കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാവുന്ന രൂപത്തിൽ 7:30 മണിക്ക് തന്നെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയും അരമണിക്കൂർ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കൃത്യം 8 മണിക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിച്ച് ഒരു 10:30 പരിപാടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. പലരുടെയും നിർദ്ദേശങ്ങൾ, ഇന്നലെ വൈകിപ്പോയതുകൊണ്ട് പലരുടെയും ഫോൺ വിളികളും കാര്യങ്ങളും നേരിട്ടും അല്ലാതെയും ഒക്കെ വിവരങ്ങൾ ലഭിച്ചു. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കേൾക്കാനും കാണാനും ഒക്കെയുള്ളവർ കുറച്ചുകൂടി നേരത്തെ എത്തുകയും കൂടി ചെയ്താൽ നമുക്ക് കൃത്യം 7:30ക്കും 8 മണിക്കുമുള്ളിലായി നമ്മുടെ പരിപാടികൾ ആരംഭിക്കാവുന്ന സംവിധാനം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ രഞ്ജിത്താണ്. രഞ്ജിത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. രഞ്ജിത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഒരു മദ്രാസിൽ ഒരു യാത്രയിലാണ് ആദ്യമായി രഞ്ജിത്തിനെയും ഷാജി കൈലാസിനെയും ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ MES മമ്പാട് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അന്നൊക്കെ രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റിൽ
ഷാജി കൈലാസ് ഉണ്ടാക്കുന്ന കുറേ സിനിമകൾ അന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ കുറെ ജീവിക്കുന്ന ചിത്രങ്ങളായിരുന്നു, ചലച്ചിത്രങ്ങളായിരുന്നു അന്ന് നിർമ്മിച്ചിരുന്നത്. അതിനുശേഷം ഒട്ടേറെ ഹിറ്റുകൾ നിർമ്മിച്ച് അതിന് തിരക്കഥകൾ എഴുതിയിരുന്ന രഞ്ജിത്ത്, ആ രഞ്ജിത്തിനെ പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് രാവണ പ്രഭുവിലൂടെ ഒരു സംവിധാന ശൈലി നമുക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല, കേരളത്തിന്റെ ഒരു പുതിയ സംവിധാന ശൈലി തന്നെ രൂപപ്പെടുത്തുവാൻ രഞ്ജിത്തിന് സാധിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നും മലയാളിയുടെ മനസ്സിൽ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന പാലേരി മാണിക്യത്തിലെ നമ്മുടെ ഹാജി മമ്മൂട്ടി അവതരിപ്പിച്ച ഹാജിയുടെ കഥാപാത്രം, അതേപോലെ തന്നെ ഫ്രാഞ്ചിയേട്ടനിൽ മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രം, അതുപോലെ തന്നെ നിരവധി കഥാപാത്രങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല. പൃഥ്വിരാജ് അവതരിപ്പിച്ച ആദ്യ രാവണപ്രഭുവിന് ശേഷമുള്ള സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, ഇതൊക്കെ എന്നും മലയാളിക്ക് എന്നും നെഞ്ചേറ്റാൻ കഴിയുന്ന നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തരികയും നമുക്ക് അക്കാഡമിക് സിനിമകൾ, അതല്ലെങ്കിൽ ഓഫ് ബീറ്റ് സിനിമകൾ, അതല്ലെങ്കിൽ നമ്മൾ അവാർഡ് സിനിമകൾ എന്ന് വിളിക്കുന്ന സിനിമകളും ഈ പുറത്ത് കൊമേഴ്സ്യൽ സിനിമകൾ, കച്ചവട സിനിമകൾ എന്ന് വിളിക്കുന്ന സിനിമകൾക്കുമിടയിൽ ഒരു സിനിമയുണ്ട്. അത് നല്ല സിനിമകളായിരിക്കും. അതിന് അവാർഡ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ കൂടി എസ്തെറ്റിക് സെൻസ്, കലാമൂല്യമുള്ള സിനിമകൾ കാണാനും തിയേറ്ററുകളിൽ ആളുകൾ വരും എന്ന് മലയാളത്തെ ബോധ്യപ്പെടുത്തിയ സംവിധായകനാണ്, കലാകാരനാണ് രഞ്ജിത്ത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം 80-കൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു വലിയ വിടവുണ്ടായിട്ടുണ്ട്. KG ജോർജിന് ശേഷം, അല്ലെങ്കിൽ ഭരതേട്ടന് ശേഷം, പത്മരാജന് ശേഷം, ഇവർക്കൊക്കെ ശേഷം ആരൊക്കെ ഇത്തരം ഈ പറയുന്ന ഓഫ് ബീറ്റ് സിനിമകൾക്കും, അന്ന് നമുക്കറിയാം സ്വയംവരം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ആരംഭവും ഒക്കെ തുടങ്ങിയ കച്ചവട സിനിമകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിനിടയിൽ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപത്തെ കൊതിച്ചിരുന്ന, കണ്ടിരുന്ന പത്മരാജനും KG ജോർജും ഭരതേട്ടനും ഒക്കെ നമുക്ക് സമ്മാനിച്ച സിനിമകൾ പിന്നെ നമുക്കില്ലാതെയായി. ആ സിനിമകൾക്ക് വേണ്ടി മലയാളി ഏറെ മോഹിച്ചു നിൽക്കുമ്പോഴാണ് രഞ്ജിത്തും ബ്ലസ്സിയും അടക്കമുള്ള കുറെ ആളുകൾ സിനിമാ രംഗത്തേക്ക് വരികയും നമുക്ക് മലയാള ചലച്ചിത്ര ലോകത്തിനൊരു പുതിയ ഭാഷ്യം കൈവരിക്കുകയും നമുക്ക് പുതിയ പുതിയ നല്ല ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളി ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധായകനാണ്, കലാകാരനാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് തന്നെ നിലമ്പൂരിൽ വരണം എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നിർബന്ധമായും 10-ാം തീയതി ഞാൻ ദുബായിൽ പോയി, 8-ാം തീയതി 9-ാം ദുബായിൽ നിന്ന് തിരിച്ചെത്തിയാൽ 10-ാം തീയതി ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായും നിലമ്പൂരിൽ എത്തും എന്ന് നമുക്ക് ഉറപ്പു തരികയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ മുൻപത്തെ വർഷം ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ രഞ്ജിത്ത് നിലമ്പൂരിൽ വന്നിരുന്നു. അതിനുശേഷം പാട്ടുത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് രഞ്ജിത്ത് നിലമ്പൂരിലേക്ക് വരുന്നത്. രഞ്ജിത്തിനോടുള്ള എങ്ങനെയാണ് ഇതിനെ കടപ്പാട് രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ബാക്കി നമ്മുടെ പരിപാടികൾ വളരെ വേഗത്തിൽ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങിൽ രഞ്ജിത്ത്, കേരളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെ വിദേശ പ്രതിനിധികൾക്ക് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് ശേഷം, ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഇന്നും പരിപാടി നമുക്ക് കൃത്യമായി ഒരു പ്രശ്നങ്ങളുമില്ലാതെ പൂർത്തീകരിക്കാൻ നിങ്ങൾ ഇന്നലെ സഹകരിച്ചതുപോലെ, കഴിഞ്ഞ കാലങ്ങളിൽ സഹകരിച്ചതുപോലെ ഇനിയും തുടർന്നും നമുക്ക് 15-ാം തീയതി വരെയുള്ള പരിപാടികളിലൊക്കെ നിങ്ങളുടെ സംയമനത്തോടുകൂടിയുള്ള വിവേകപൂർണമായ സഹകരണം, വൈകാരികതയ്ക്കൊരിക്കലും ഇടം നൽകാതെയുള്ള സഹകരണം. നേരത്തെ ഇവിടെ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഇത് നിലമ്പൂരിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന ഫെസ്റ്റിവലാണ്. നിലമ്പൂരിലേക്ക് കൊണ്ടുവരുന്നവനെ അവർക്ക് കസേരയില്ലെങ്കിൽ നമ്മൾ കസേരയിൽ നിന്ന് എണീച്ച് അവരെ ഇരുത്തി അവരെ കാണിക്കുന്ന ഫെസ്റ്റിവലാണ്. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന, കച്ചവടക്കാരെയും വിനോദസഞ്ചാരികളെയും കലാ പ്രേക്ഷകരെയും സഹൃദയരെയും എല്ലാവരെയും അവർക്ക് കലാവിരുന്നൊരുക്കി കൊടുക്കുന്ന, അവരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് പാട്ടുത്സവം ഫെസ്റ്റിവൽ എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, മാരുതി സുസുക്കി ഇൻഡസ് മോട്ടോഴ്സ് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക സമ്മേളനം തുടരുന്നു.
മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ നിരവധി മനോഹരമായ ചലച്ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയങ്കരനായ സംവിധായകനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ് ശ്രീ രഞ്ജിത്ത്. 993 ദേവാസുരം, 997 ആറാം തമ്പുരാൻ, 998 സമ്മർ ഇൻ ബേത്ലഹേം, 2000 നരസിംഹം തുടങ്ങിയ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കുറെ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് പ്രിയങ്കരനായ ശ്രീ രഞ്ജിത്താണ്. തുടർന്ന് ചെയർമാൻ പറഞ്ഞതുപോലെ രാവണപ്രഭുവിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംവിധാന സബരിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2001 രാവണപ്രഭു, 2002 നന്ദനം, 2007 കയ്യൊപ്പ്, 2008 തിരക്കഥ, 2009 പാലേരി മാണിക്യം. പാലേരി മാണിക്യത്തിന് സംസ്ഥാന ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2010 അദ്ദേഹം സംവിധാനം ചെയ്ത പ്രാഞ്ചിയേട്ടൻ, 2011 ഇന്ത്യൻ റുപ്പി, നിരവധി മനോഹരമായ ചലച്ചിത്ര കാവ്യങ്ങൾ. അതോടൊപ്പം തന്നെ 2008 അദ്ദേഹം സംവിധാനം ചെയ്ത തിരക്കഥയ്ക്ക് നാഷണൽ ഫിലിം അവാർഡും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു അഭിനേതാവ് കൂടിയാണ് ശ്രീ രഞ്ജിത്ത്. ഗുൽമോഹറിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. മാരുതി സുസുക്കി ഇൻഡസ് മോട്ടോഴ്സ് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക സന്ധ്യ പ്രിയങ്കരനായ സംവിധായകൻ രഞ്ജിത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, വിദ്യാഭ്യാസ സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാലോളി മെഹബൂബ്, ഇൻഡസ്കാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്നത്തെ നമ്മുടെ പ്രധാന സ്പോൺസർമാർ, ഇൻഡസ്കാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MD ശ്രീ മുരളീധരൻ, ശ്രീ KP മുജീബ് റഹ്മാൻ, നഗരസഭയുടെ കൌൺസിലർ, ശ്രീ PV സനിൽകുമാർ, ശ്രീ U നരേന്ദ്രൻ, ശ്രീ വിനോദ് P മേനോൻ, നിലമ്പൂർ നഗരസഭയും നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മർച്ചന്റ് അസോസിയേഷനും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നൊരുക്കുന്ന സാംസ്കാരിക നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ ഉറുമിയുടെ തിരക്കഥാകൃത്തും നമ്മുടെ കേരള കഫേയിൽ ഐലൻഡ് എക്സ്പ്രസ് എന്ന സിനിമയുടെ സംവിധായകനും കൂടിയായ എന്റെ ബഹുമാന്യ സുഹൃത്ത് എവിടെയുണ്ട് ശങ്കർ ഒന്ന് വേദിയിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ഇൻഡസ്കാൻ പെട്രോളിയമാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കാൻ വിട്ടുപോയി. നമുക്കറിയാം, പാട്ടുത്സവം തുടങ്ങിയ ദിവസം മുതൽ, അത് കഴിഞ്ഞ 5 വർഷം മുൻപ് ഈ പാട്ടുത്സവം തുടങ്ങാൻ നമുക്ക് വലിയ പ്രേരണ തന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുരളി. മുരളി എല്ലാ വർഷവും തുടർന്ന് പരിപാടി സ്പോൺസർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിരന്തരമായി പരിപാടി നടത്തുവാനുള്ള എല്ലാവിധ ഊർജവും നമുക്ക് തരുന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് മുരളി. മുരളിയെ ഒന്നുകൂടി നമുക്ക് കൈയടിച്ച് അഭിനന്ദിക്കേണ്ടതുണ്ട്. നമ്മളോട് സംസാരിക്കുന്നതിനായി പ്രിയങ്കരനായ മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നിലമ്പൂരുകാർ, വേദിയിലിരിക്കുന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രസംഗം തുടങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ സാമ്പ്രദായിക രീതി. ഷൗക്കത്തിന്റെ പേര് പറയാം, പിന്നെ ഒരു സംഘം ബ്രിട്ടീഷുകാരുള്ളത്. ആ പേരുകളൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും ഷൗക്കത്ത് പറഞ്ഞ പോലെ ഇന്നും കലാപരിപാടികൾ തുടങ്ങാൻ വൈകും എന്നുള്ളതുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ആദരപൂർവ്വം ഓർത്തുകൊണ്ട്,
ഷൗക്കത്ത് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ട്രിവാൻഡ്രം ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്താണ് ഈ ഒരു ചടങ്ങിനെക്കുറിച്ച് സൂചിപ്പിച്ചതും, സൂചിപ്പിക്കുക മാത്രമല്ല ഒരു തരം ഭീഷണിയോടുകൂടി അന്നേ ദിവസം നിലമ്പൂരിൽ ഉണ്ടായിരിക്കണം എന്നൊരു ശാസനം നൽകുകയും ചെയ്തതിന്റെ ഭാഗമായാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. മുൻപ് അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനോ അങ്ങനെ ആ ചടങ്ങിന്റെ ഭാഗമാവാനോ വേണ്ടി നിലമ്പൂരിലേക്ക് വന്നതിന്റെ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും നിലമ്പൂരിലേക്ക് വരുന്ന ഈ റോഡിന്റെ സൈഡിൽ ഈ വലിയ ഒരു ജനക്കൂട്ടവും ഒരു പെരുന്നാളിനെയോ ഉത്സവത്തിനെയോ ഓർമ്മിപ്പിക്കുന്ന ജനക്കൂട്ടത്തിനെയോ കണ്ടപ്പോൾ എന്റെ കാർ ഓടിച്ച ബാലകൃഷ്ണൻ ചോദിച്ചു, ഇവിടെ ആയിരിക്കുമോ? ഞാൻ പറഞ്ഞ സാധ്യതയില്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഷൗക്കത്തിനെ പോലൊരു ജനപ്രതിനിധി, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നല്ല ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുക, ജനപ്രതിനിധി നടത്തുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മയുടെ വേദിയാവാൻ സാധ്യതയില്ല ഈ വലിയ ഉത്സവപ്പറമ്പ് എന്നെനിക്ക് തോന്നി. ഞാൻ കാറ് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പിന്നെയാണ് തിരിച്ചറിഞ്ഞത് ഇത് ഒരു നാടിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ പങ്കുചേരുന്ന ഒരു വലിയ ഉത്സവത്തിന്റെ ഭാഗമാവാനാണ് ഷൗക്കത്ത് എന്നെ ക്ഷണിച്ചത്. നന്ദി ഷൗക്കത്ത്. പാട്ടുത്സവത്തെക്കുറിച്ചും അതിന്റെ പഴമയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഇന്ന് നമ്മൾക്ക് ലജ്ജയോടുകൂടി പറയേണ്ടി വരുന്നു. ജാതി മത ഭേദമില്ലാതെ എന്ന് വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ ലജ്ജ നമ്മൾക്കുണ്ട്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ഉത്സവകാലങ്ങളുടെ ഗൃഹാതുരമായ സ്മരണകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ കാലത്ത്, ഈ നടപ്പുകാലത്ത് നമ്മൾക്ക് വേണ്ടത് തന്നെയാണ്. ആത്യന്തികമായി നമ്മൾ പേരിനൊപ്പമോ അല്ലെങ്കിൽ പേര് വഹിക്കുന്ന ചിഹ്നങ്ങൾക്കോ അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ്. നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി നമ്മൾ മലയാളികളാണ് എന്നുള്ളതാണ്. ആ ബോധത്തിലേക്ക്, അല്ലെങ്കിൽ ആ ബോധത്തിൽ നിന്നും കുതറിപ്പോവാൻ നടത്തുന്ന ശ്രമങ്ങൾ നാട്ടിൽ നടക്കുന്ന കാലത്ത് ആ കണ്ണി ചേർക്കലിന് വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലൊരു ജനപ്രതിനിധി നിലമ്പൂരിന്റെ സൗഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, പത്രവാർത്തകളായാലും അനവധി ടെലിവിഷൻ ചാനലുകളായാലും നമ്മൾക്ക് ഓരോ സുപ്രഭാതത്തിലും തരുന്നത് നല്ല വാർത്തകളല്ല. ദയാരഹിതമായ, മനുഷ്യത്വരഹിതമായ, മൃഗീയം എന്ന് വിളിക്കാൻ പാടില്ലാത്ത വിധം മനുഷ്യത്വം അധപ്പതിച്ചൊരു കാലത്ത് നമുക്ക് മൃഗങ്ങളെ പേര് ചേർക്കാൻ വയ്യ. അത്തരം അധമമായ കഥകൾ കേട്ടാണ് നമ്മളെല്ലാവരും ഉണരുന്നത്. ആ കാലത്ത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഗ്രാമത്തിന്റെ, ഒരു പട്ടണത്തിന്റെ മുഴുവൻ ഹൃദയങ്ങളെയും ഒരുമിച്ച് ചേർക്കാൻ, ഇത്തരമൊരു ഉത്സവത്തിലൂടെ ഒന്നിപ്പിച്ചെടുക്കാൻ, അതുവഴി ഒരു നാടിന്റെ വികസനത്തിന്, വികസനം എന്ന് പറയുമ്പോൾ ബാഹ്യമായ വികസന പ്രക്രിയ മാത്രമല്ല, മനുഷ്യന്റെ ഒരു സത്വബോധത്തിന്റെ കൂടെ വികസനത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഇത്തരമൊരു ശ്രമത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മൾ സിനിമയിലൂടെ ചില കാര്യങ്ങൾ ആളുകളുടെ മുമ്പിലേക്ക് വെക്കുന്നു. അത് ഒരു സറ്റയറിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു കഥാകഥനത്തിന്റെ ഏത് രൂപത്തിലുമാവാം. അത് പ്രേക്ഷകരിൽ എത്തുന്നു, അവരത് തിരിച്ചറിയുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ വേദികളിൽ ആളുകൾ കസേരകൾക്ക് വേണ്ടി അടിപിടി കൂടിയിരുന്ന
കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ വന്ന ശേഷം പലരും എനിക്ക് കസേര വേണമെന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ തയ്യാറാവുന്നു എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ചില ഗസ്റ്റേഴ്സ് ഏറെ സന്തോഷം പകരുന്നതാണ്. അപ്പോ സമ്മേളനങ്ങൾ ഇല്ലെങ്കിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഉത്സവം എന്ന് പറയുന്നതിന് ഒരിക്കലും ബോറടിപ്പിക്കാതിരിക്കട്ടെ ഈ മേടയിലെ പ്രസംഗങ്ങൾ. ഞാനും അതിന് മുതിരുന്നില്ല. ഷൗക്കത്തിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും നിലമ്പൂരിലെ മുഴുവൻ മനുഷ്യസ്നേഹികൾക്കും ഈ ഉത്സവരാവിൽ എന്റെ ഹൃദയത്തിൽ തൊട്ട ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വരും വർഷങ്ങളിലും വലിയ ഉത്സവങ്ങളുണ്ടാവട്ടെ. അത് പൂരക്കാഴ്ചകളല്ല, മനുഷ്യഹൃദയങ്ങളെ തമ്മിലിണക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടാവട്ടെ. അതിന്റെ ഭാഗമാവാൻ ഒരിക്കൽ കൂടെ ഇവിടേക്ക് വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കുന്ന സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനായി ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവിടെയുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. I would like to invite our friends Imelda, Andrew, Bibaldi, Carla, Chris and Mrs. Sue. On behalf of all the people gathered here, all the dignitaries gathered here in the dais, I invite Chris to receive the honor of the people. Thank you, Mr. Ranjit. Thank you, Chris. Now I invite Mrs. Imelda. Thank you, Imelda, Ranjit. Mrs. Biwali. നമുക്ക് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. മിസ്റ്റർ ആൻഡ്രൂ. Mr. Andrew. Miss Carla. Carla, please come. Miss Carla. Okay. Thank you, Mr. Ranjit and Carla. Now I invite Mrs. Sue. I invite Sue to receive the honor. Sue, please come. Yeah. Thank you, Mrs. Sue, and thank you, Ranjit. ഓക്കെ, നമ്മുടെ നിലമ്പൂരിൽ എത്തിച്ചേർന്ന പ്രിയങ്കരനായ മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ രഞ്ജിത്തിനെ നിലമ്പൂരിന്റെ നഗരസഭാ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഷോൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ നിലമ്പൂരിന്റെ സ്നേഹാദരവ് പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നിലമ്പൂർ ജനതയുടെ സ്നേഹോപഹാരം പ്രിയങ്കരനായ പ്രസിഡന്റ് സമ്മാനിക്കുന്നു.
Thank you, Sri Ranjit, Chairman. So, Chris, few words, please come. Can you hear me? No, I'm okay here. Namaskaram Nilambur. Sokamarno Enike Sandosham Tonono. Thanks very much. We're having a great time. We're having such a good time in Nilambur and in Kerala. We love Kerala. One of the nicest things about being here, in fact, two of the nicest things about being here, are seeing the country, seeing Cochin, seeing Kollam, Kovalakam, Munnar, Nilambur, Uti, Kannur, Manjeri, everywhere. We've been everywhere and having such a good time. But the best thing about being here is making friends. We've made a lot of friends, and if we haven't met you, then we hope to meet you soon. So thank you very much. Thank you for this. Thank you for your kind words, and we're still here for 2 months, and we look forward to spending a bit more time with you. But before I get off the stage, there's something that I want to do. So if you can all give a big wave, please. Thank you. Thank you, Mr. Chris. The Nimalda have some words. Good evening. It's very exciting to be here at Patutsav. I just want to say I love teaching the children of Manavadan. What a great school. We're loving living in Nilambur, such a friendly town. And we love Kerala. It is really God's own country. Thank you. Carla? Hello everyone. We've been having such a good weekend and a good week at Nilambur Festival, and it's just made our return after our holiday so exciting and enjoyable. We all really love living in Kerala. In particular, I've loved the clothes. I've been loving the cinema very much, and most of all, I love the children at Manavadan and teaching them. It's been a great privilege and honour. Okay, thank you very much. Now I invite Diwali. Good evening. I would just like to say the vision of your chairman, Shaukat Aradian, is amazing. Without his support, we would not be here. We are only here for a very short time, but the benefits will hopefully last for much, much longer. And certainly our memories will last a lifetime. Thank you, Nilambur. Mr. Andrew. Namaskaram. Thank you very much for asking us to come to the festival and say a few short words
when we came to Nilambur 2 months ago, we had a very, very warm welcome from everybody in Nilambur. And since that time, we've met lots and lots of people, and the welcome has always been tremendous from everybody. We've really, really enjoyed our stay here, and we're about halfway through our time in Nilambur and Kerala. And I'd just like to thank a number of people, particularly Ariadne Shalkut and all the people here at the festival, and I hope you're all enjoying the festival. And I'd like to thank all the students at Manavaden School and all the staff at Manavaden School who've made us so welcome. And we've really enjoyed the stay here and hope we're having an impact on the communicative English of the students. We hope that in 2 months' time, when we go back to the UK and England, we will take with us the warmth of the people of Kerala. Thank you very much. Mrs. Liu. Namaskaram. And thank you very much for inviting us here to Nilambur. I have enjoyed my stay here very much. And I have enjoyed 3 things in particular. One is the food. You have great food, and we've really enjoyed all the food we've been given here. The second thing I've really enjoyed is the cultural activities. The festival has been great. I really enjoyed the drama, productions, and Cinderella. I particularly liked Cinderella. The third thing I've really enjoyed about being in Nilambur is teaching at Manavaden School. And I would just like to say thank you to all the children there and all the staff for making us so welcome. Thank you very much. Thank you. വീണ്ടും ഒരിക്കൽ കൂടെ ഈ മൈക്കിന് മുന്നിലേക്ക് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദോഷഫലങ്ങൾ എന്ന് തന്നെ പറയാം. ഏറെ അനുഭവിച്ചിട്ടുള്ള മണ്ണുകൂടിയാണ് ഏറനാടിന്റെ തലസ്ഥാനമായ നിലമ്പൂർ. മലയാളികളെ ശകാരിക്കാനും ഭരിക്കാനും വേണ്ടി മാത്രം ഉപയോഗിച്ച ആ ഭാഷ ഇംഗ്ലീഷ്, അത് പഠിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടന്റെ അനന്തര തലമുറ നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ അതിന് ആതിഥ്യം വഹിക്കാൻ കഴിഞ്ഞത് ഷൗക്കത്ത് നിങ്ങളുടെയും നിലമ്പൂരിന്റെ വിജയമാണ്. ഒപ്പം അവരുടെ മഹാമനസ്കതയുടെ വിജയമാണ്. ഇത് ആ സുഹൃത്തുക്കളിലേക്ക് പകരുവാൻ, ഞാൻ ഈ പറഞ്ഞ കാര്യം പകരുവാൻ ഞാൻ എൻ്റെ സുഹൃത്ത് ശങ്കർ രാമകൃഷ്ണനെ ഒരു നിമിഷത്തേക്ക് വിളിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട നിലമ്പൂരുള്ള സുഹൃത്തുക്കളെ, ഇതൊരു വളരെ ചെറിയ എക്സ്ക്യൂസ് ആയിട്ട് മാത്രം കാണണം. ഇതൊരു ദൗത്യമാണ്. അതിനു മുമ്പ് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങാൻ പോകുന്ന പുതിയ ചലച്ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വയനാട് വരെ ഒരു യാത്ര എന്നതായിരുന്നു ഉരഞ്ചേട്ടനെ കാണാനായിട്ട് ഇന്നലെ എറണാകുളത്ത് നിന്ന് തിരിച്ചപ്പോൾ എന്റെ മനസ്സിൽ. അതിൽ നിലമ്പൂർ ഉണ്ടായിരുന്നില്ല, ഈ പാട്ടുത്സവം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദൃശ്യമായ ഒരു കാന്തിക ശക്തി തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് എന്നെ എത്തിച്ചത്. അതൊരുപക്ഷെ ഈ ഒരു മെസ്സേജ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ദൗത്യം മാത്രമാകില്ല. കാരണം ഈ പറയുന്ന മണ്ണിന് 2 കാര്യങ്ങളാണ് ഒരുപക്ഷെ ഇന്ന് എന്നോട് പറയാനുണ്ടായിരുന്നത്. അതൊന്ന്, സാധാരണ രീതിയിൽ നമ്മുടെ ഈ
ഹൈവേയിലൂടെ കടന്നു വരുമ്പോൾ സൈഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകൾ കണ്ടപ്പോൾ രഞ്ജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇന്നത്തെ പൊറോട്ടയ്ക്കും ബീഫിനും വേണ്ടി ഓടുന്നൊരു ചെറുപ്പക്കാരനാണ്. അന്നത്തെ ഭക്ഷണം മാത്രം ആലോചിക്കുന്ന ഒരു യുവതലമുറയെ ചൂണ്ടിക്കാണിച്ചായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ ആത്മാവിനും ഹൃദയത്തിനും ഭക്ഷണം നൽകുന്ന ഒരു വലിയ ഉത്സവത്തിന്റെ രാത്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ഒരു കൂട്ടായ്മയാണ്, അത് നിലമ്പൂരിന്റെ വിജയം തന്നെയാണ്. ആ വിജയത്തിന്റെ മെസ്സേജാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. Our honorable director here was talking about the atrocities which is actually done by the colonialism to this land and the people at one point of time, maybe for more than 200 years. And after 200 years, the next generation from Britain actually has the big-mindedness to come back and deliver the love and warmth of a big thing called humanity, and the people actually applause it with a big hand. Thank you, each and every one of you. നിലമ്പൂരിന് നന്ദി. ആശംസാ പ്രസംഗത്തിനായിട്ട് നഗരസഭയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാലോളി മെഹബൂബിനെ ക്ഷണിക്കും. വേദിയിലുള്ള ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ പരിപാടി തുടങ്ങാൻ ഇന്നലെയും നേരം വൈകിയതുകൊണ്ട് ആശംസാ പ്രസംഗം ചുരുക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. നമസ്കാരം. ശ്രീ വിനോദ് പി മേനോൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. കൂടാതെ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന നിലമ്പൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമ്മാനാർഹരായ ആളുകൾക്ക് ഈ വരുന്ന നമ്മുടെ സമാപന സമ്മേളനത്തിന് അന്ന് ഇന്നലെ ബമ്പർ നറുക്കെടുപ്പിൽ ലഭിച്ച ഞാനോ കാറും മറ്റുള്ള സമ്മാനങ്ങളും നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശ്രീ മുരളീധരൻ, നമുക്കറിയാം ഇൻഡസ്കാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MD ആണ്. ഇന്നത്തെ പരിപാടി അവർ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ഇൻഡസ്കാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ശ്രീ മുരളീധരൻ. വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ചെയർമാൻ രഞ്ജിത്ത് അവർകൾ, മറ്റു വിശിഷ്ട വ്യക്തികൾ, ഇവിടെ ഒരു ആശംസ അർപ്പിക്കുകയാണ്. കലാപരിപാടികൾ ഇന്നലെ വളരെ വൈകിയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കണം. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇന്നലെ ഇവിടെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെല്ലാവരും ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരവരുടേതായ പാട്ടുത്സവത്തിന്റെ അനുഭവങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഇതൊരു കലാപരിപാടിയിലോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലോ ഊന്നിക്കൊണ്ടുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ പാട്ടുത്സവത്തിന്റെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പലർക്കും അറിയാം, പലർക്കും അറിയില്ല. ഇവിടെ നടക്കുന്നൊരു പാട്ട് എന്നുള്ള രീതിയിലല്ല. പക്ഷേ നമ്മുടെ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഈ ആദിവാസികൾക്ക് എതിരെ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്ന സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മൾ ഇന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസികളെയും കാട്ടിലുള്ള ആളുകളെയും രാജാവിന്റെ അടുത്തേക്ക് വിളിച്ചിരുത്തി അവരുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ച് അവർക്ക് മതിയാവോളം ഭക്ഷണം കൊടുത്ത് വിട്ട ഒരു രാജാവിന്റെ പാരമ്പര്യം അതിന്നും നിലമ്പൂരുകാർ അതേപടി കൊണ്ടു നടക്കുന്നു. നമ്മുടെ ഭരണാധികാരികൾ ഈ ഒരു കാര്യം ഇപ്പോഴും വളരെ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ നാടിന് സമർപ്പിക്കുന്നു. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ നഗരസഭാ ചെയർമാൻ തന്നെ ഉദാഹരണമാണ്. എല്ലാവരും നമ്മുടെ ഈ പൈതൃകം എല്ലാവരെയും ആദരിക്കാനുള്ള തന്റെ ഇടം മനസ്സ് കാണിക്കാൻ ഇതുപോലുള്ള ഉത്സവങ്ങൾ ജാതിമത ചിന്തകളോ മറ്റു കാര്യങ്ങളോ അല്ല
സംസ്കാരം തന്നെയാണ് മനുഷ്യനെ ഏറ്റവും വലുതെന്ന് കാണിക്കാൻ ഇതുപോലുള്ള ഒരു സ്റ്റേജോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കലാപരിപാടികളോ ഇനിയും അടുത്ത വർഷവും ഇല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ കെ പി മുജീബ് റഹ്മാൻ, നഗരസഭയുടെ കൌൺസിലർ. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ആരടൻ ഷൗക്കത്ത്, നമ്മളെ പ്രിയങ്കരനായ ഉദ്ഘാടനം നിർവഹിച്ച സംവിധായകൻ ശ്രീ രഞ്ജിത്ത്, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഒരു ചെറിയ സിനിമ പ്രേക്ഷകൻ എന്നൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, 1984 മുതൽ 2001 വരെ ഇറങ്ങിയ മലയാള സിനിമ മുഴുവൻ കണ്ട നിങ്ങളെപ്പോലൊരു പ്രേക്ഷകനാണ് ഞാനും. അതിൽ തമിഴ് ഡബ് ചെയ്തതും തെലുങ്കും ഇംഗ്ലീഷും മറ്റുള്ള പല സിനിമ കണ്ടപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ചെയർമാനുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേവാസുരം എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രമാണ്. IBC സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം മോഹൻലാലായത് ഞാൻ ഷൈജികൽ സംവിധാനം ചെയ്ത ആറാം തമ്പുരാൻ, അത് ഞാൻ 10 തവണ കണ്ടിട്ടുണ്ട്. അതിനുശേഷം വന്ന നരസിംഹം, ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം മാത്രം സംശയം ഇന്ത്യയിൽ വന്നത്, ഈ സിനിമ മോഹൻലാലിന്റെ ഇതുപോലൊരു വിജയം സമ്മാനിക്കാൻ മറ്റു രഞ്ജിത്തിന് കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു സംശയമില്ല. നരസിംഹത്തിന് ശേഷം അതുപോലെ വിജയം മോഹൻലാലിന്റെ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിൽ നിലമ്പൂർ നിവാസികൾക്ക് വേണ്ടി മൊത്തം എല്ലാവരുടെയും സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ഈ സാംസ്കാരിക സമ്മേളനത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നതിനായി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ദേവശ്ശേരി മുജീബിനെ ക്ഷണിക്കുന്നു. നിലമ്പൂർ നഗരസഭയും വ്യാപാരി സമൂഹവും ചേർന്നൊരുക്കുന്ന ഇൻഡസ് മോട്ടോഴ്സ് പാട്ടുത്സവ നഗരിയുടെ 2ാം ദിനത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് മലയാളത്തിന്റെ പ്രമുഖനായ സംവിധായകൻ രഞ്ജിത്ത് അവർകളാണ്. അദ്ദേഹത്തിന് ഈ പാട്ടുത്സവ കമ്മിറ്റിയുടെ പേരിലും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ആഘോഷമായി വന്ന ഈ പാട്ടുത്സവം, നിറം മങ്ങി തുടങ്ങിയ ഈ പാട്ടുത്സവത്തെ കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം ലഭിക്കുന്ന തരത്തിൽ ഇത്രത്തോളം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച നിലമ്പൂർ നഗരസഭയുടെ കാര്യദർശി, മികച്ച സംഘാടകൻ കൂടിയായിട്ടുള്ള നമ്മുടെ അധ്യക്ഷൻ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് അവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്ത ഇൻഡസ്കാൻ പെട്രോളിയത്തിന്റെ മേലധികാരി മുരളീധരൻ അവർക്കും ഈ പാട്ടുത്സവ കമ്മിറ്റിയുടെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അഗൈതവുമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും വ്യാപാരി നേതാക്കൾക്കും നമ്മുടെ വിദേശത്ത് നിന്ന് ഇവിടെ എത്തി സൗജന്യമായി നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാഗൽഭ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വിദേശ പ്രതിനിധികളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പാട്ടുത്സവ നഗരിയിൽ വന്നതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അവസാനം അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അറിയിക്കുന്നു.